ഒറ്റമന്ദാരം അവസാന ഭാഗം. ഒന്ന് പകച്ച് അവളെ നോക്കിയപ്പോൾ കുസൃതിയോടെ പെണ്ണ് ഇടം കൈയാൽ അവന്റെ കൈ മുറുകെ പിടിച്ചിരുന്നു. പെട്ടെന്നുള്ള പെണ്ണിന്റെ ചെയ്തിയിൽ ഞെട്ടിത്തരിച്ച് ഇരിക്കാനേ നന്ദനായുള്ളൂ. നന്ദേട്ടന് പറയാവോ ഈ നിളയെ സ്നേഹിച്ചിട്ടേ ഇല്ലയെന്ന്, ഇനി സ്നേഹിക്കാൻ കഴിയില്ലയെന്ന്? ഇല്ല എന്ന ഉത്തരമെങ്കിൽ പിന്നെ നിള ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ശല്യമാവാണ്ട് ഈ മുന്നിൽ പോലും വരാണ്ട് പൊയ്ക്കോളാം. പ്രതീക്ഷയോടെ മറുപടിക്കായി നോക്കുന്നവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ മിഴികൾ പൂട്ടിയിരുന്നു നന്ദൻ. ഇഷ്ടല്ലേ നന്ദേട്ട എന്നെ വേണ്ടേ നന്ദേട്ടന്? ഈ അവഗണന എനിക്കത് സഹിക്കാൻ പറ്റണില്ല. എന്നെ കൊല്ലാതെ കൊല്ലുക നന്ദേട്ട. നിള, വാതിൽ ദയവ് ചെയ്തൊന്ന് തുറക്കൂ പ്ലീസ് എന്നൊരു മന്ത്രണം പോലെ ആ നാവിൽ നിന്ന് വീണതും നിരാശയോടെ അവൾ വാതിൽ തുറന്നിരുന്നു. ഒരു തളർച്ചയോടെ നീങ്ങുന്നവനെ കണ്ടപ്പോൾ ദേഷ്യവും സങ്കടവും എല്ലാം ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പോകാതെ ആ കയ്യും വെച്ച് അവൾ ഇരുന്നു മുറിയിൽ. കരയില്ല എന്ന് എത്ര ഉറപ്പിച്ചിട്ടും അതിലേറെ വാശിയോടെ വരുന്ന മിഴിനീർ തുടച്ചു നീക്കാതെ തന്നെ ഹെഡ് റെസ്റ്റിൽ തല ചായ്ച്ച് മിഴികൾ അടച്ചിരുന്നു അവൾ, എന്തൊക്കെയോ ഓർത്ത്. നിള. അത്രമേൽ മൃദുവായി ആർദ്രമായി തന്നെ വിളിച്ചവനെ കണ്ട് വിശ്വാസം വരാതെ ഒന്നുകൂടെ നോക്കി. നന്ദേട്ടൻ, എങ്ങനാ നിള നിനക്ക് ഇത്രമേൽ എന്നെ സ്നേഹിക്കാൻ കഴിയണത്? പ്ലാസ്റ്ററിട്ട കയ്യിൽ മെല്ലെ തലോടിക്കൊണ്ട് ചോദിക്കുന്നത് കേട്ട് ആ പെണ്ണിന്റെ നെഞ്ചിലെ തുടിപ്പുയർന്നിരുന്നു. മിഴികൾ സാഗരങ്ങളായിരുന്നു. നന്ദേട്ട, താനൊന്ന് മിണ്ടിയാൽ, ഒന്ന് സ്നേഹത്തോടെ നോക്കിയാൽ അത് മാത്രം മതി അവൾക്ക് എന്നറിയാമായിരുന്നു നന്ദന്. വേദനയുണ്ടോടി എന്ന് കൈ മൃദുവായി തഴുകി ചോദിക്കുന്നവനോട് മിഴി നിറഞ്ഞ ആ പെണ്ണ് ഇല്ലെന്ന് തലയാട്ടി. മെല്ലെ തലയൊന്ന് ചലിപ്പിച്ച് തന്നിലേക്ക് ആദ്യമായി അവൻ അവളെ ക്ഷണിച്ചപ്പോൾ അവനരികിൽ മുട്ടുകുത്തി ആ മടിയിലേക്ക് ചാഞ്ഞിരുന്നു അവൾ. ആ മുടിയിൽ തഴുകുമ്പോൾ നന്ദന്റെ മിഴികളും നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം നന്ദൻ സംസാരിച്ചു തുടങ്ങിയിരുന്നു. നീ ചോദിച്ചില്ലേ നിന്നെ ഇഷ്ടമാണോന്ന്? ഇപ്പോ നിന്റെ നന്ദേട്ടന്റെ നെഞ്ചിന്റെ തുടിപ്പ് പോലും നീയാ മോളെ. നീ പറഞ്ഞില്ലേ നീ പോവാന്ന്. തുടിപ്പ് നിന്നാ പിന്നെ നന്ദനുണ്ടോടി? എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാഞ്ഞിട്ടല്ലേ ഞാൻ? എന്നെ നോക്ക് പോലും ചെയ്യാഞ്ഞിട്ടല്ലേ ഞാൻ? മൗനമായിരുന്നു നന്ദന്റെ മറുപടി. നന്ദാ. വാതിൽ മുട്ടി വിളിച്ചിരുന്നു അപ്പോഴേക്ക് ടീച്ചർ ഭക്ഷണം കഴിക്കാൻ. ദേഷ്യണ്ടോടി എന്നോട്? നന്ദന്റെ നെഞ്ചിൽ അധികാരത്തോടെ ചേർന്നിരിക്കുന്നവളെ തഴുകി നന്ദൻ ചോദിച്ചു. ആ നെഞ്ചിൽ കുറുമ്പോടെ ഒന്ന് കടിച്ച് അതിന് മറുപടി കൊടുത്തു അവൾ. നന്ദേട്ട, ഒരു കാര്യം ചോദിച്ചാ ദേഷ്യം വരുമോ? ദേഷ്യം വരേണ്ടതാണെങ്കിൽ വരും, നീ മേടിക്കുകയും ചെയ്യും. എന്താ? നെഞ്ചിൽ നിന്ന് മാറി ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കുന്നവളെ വീണ്ടും നെഞ്ചിലേക്കിട്ടു നന്ദൻ. നീ ചോദിക്കടി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മടിച്ചവൾ ചോദിച്ചു. എന്തിനാ നന്ദേട്ട ഇത്രയും നാളും എന്നെ അകറ്റി നിർത്തിയത് എന്ന്. കുറച്ചു നേരം മറുപടി കാണാത്തപ്പോൾ നീള എണീറ്റ് നന്ദനെ നോക്കി. ദേഷ്യായോ നന്ദേട്ട? കുട്ടികളുടെ പോലെ ചോദിക്കുന്നവളെ നോക്കി ഒന്ന് ചിരിച്ച് ആ കവളിൽ തഴുകി നന്ദൻ. പേടിച്ചിട്ടാ നീള? ഭയമാ നിന്റെ നന്ദേട്ടന് എല്ലാത്തിനെയും എല്ലാരെയും. സഹതാപത്തിന്റെ നോട്ടങ്ങൾക്കിടയിൽ ഒരു6ാം ക്ലാസ്സുകാരന് വ്യത്യസ്തമായി അവനെ നോക്കിയ ഒരുവളെ കൂട്ടുകിട്ടി. മറ്റുള്ളവർ പല പേരിലും അകറ്റിയപ്പോൾ അവൾ ചേർന്ന് നിന്നു, എന്നോട് മിണ്ടി, തമാശകൾ പറഞ്ഞു. പഠനത്തിൽ മോശമായ അവളെ ഞാനും സഹായിച്ചു പരമാവധി. ഒടുവിൽ ഒരു ദിവസം അവൾ പറയുന്നത് അബദ്ധത്തിൽ ഞാൻ കേട്ടു. നീയും ആ നന്ദനുമായി എന്താ എന്ന് ചോദിച്ചതിന് മറുപടിയായി മുട്ടിലിഴയുന്നവനെ അറപ്പാണെന്ന്, പരീക്ഷകളിൽ സഹായിക്കാനായി അഭിനയിക്കുകയാണെന്ന്. ഞാൻ അവളുടെ പുറകിൽ മുട്ടിലിഴഞ്ഞു വന്നെത്തിയത് അവൾ അറിഞ്ഞില്ല. പിന്നെ വൈകല്യം മനസ്സിനെ ബാധിക്കുകയായിരുന്നു. എല്ലാവരും അവളെപ്പോലെയാണെന്ന് വിശ്വസിച്ചു. ഇപ്പോൾ അടുത്ത് പിന്നീട് അവളെപ്പോലെ നീയും. വാക്കുകൾ തൊണ്ടവരെ എത്തി തങ്ങി നിന്നു നന്ദന്. അവൻ്റെ ഉള്ളിലെ വേദനയിൽ അതിനേക്കാൾ നൊന്തവൾ അവനിലേക്ക് ആഞ്ഞിരുന്നു. നിള, നീയാ എനിക്കിപ്പോൾ മനസ്സിലാക്കി തന്നത് ഒരാൾക്ക് എത്രമാത്രം മറ്റൊരാളെ പ്രണയിക്കാൻ കഴിയും എന്ന്. ഇത്ര നാളുകൊണ്ട് ഞാൻ അറിയുകയായിരുന്നു നിന്റെ പ്രണയത്തിൻ്റെ ആഴം, അതിൻ്റെ വ്യാപ്തി. ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല പെണ്ണെ.
അവളുടെ മുഖത്ത് നന്ദന്റെ അധരങ്ങൾ ചിത്രങ്ങൾ രചിക്കുമ്പോൾ അവൾ സന്തോഷത്തിന്റെ ആധിക്യത്താൽ മിഴിനീര് പൊഴിക്കുകയായിരുന്നു. തൻ്റെ പ്രണയം അതിൻ്റെ ചൂടിൽ നിർവൃതിയിൽ ഒരു വർണ്ണശലഭമായി പാറുകയായിരുന്നു. ടീച്ചർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു നിള. ഇപ്പോൾ ഒരു നിമിഷം പോലും കാണാതെ ഇരിക്കാൻ പറ്റാത്ത വിധം അടുത്തുപോയി ആ അമ്മയും മകളും. തൊടിയിൽ അച്ഛനൊപ്പം കൃഷിപ്പണിക്ക് ചെല്ലുമ്പോൾ വാത്സല്യത്തോടെ ആ അച്ഛൻ അവളുടെ നെറുകയിൽ തഴുകും. മനസ്സ് നിറഞ്ഞ് അവളോട് ചിരിക്കും. ചുണ്ടിലൊരു ചിരിയുമായി നന്ദൻ എവിടെയെങ്കിലും നിന്ന് എല്ലാം കാണുന്നുണ്ടാകും. ഓരോ ദിവസം ചെല്ലുന്തോറും അവളൊരു അത്ഭുതമായി നന്ദന്. പ്രണയം അവർക്കിടയിൽ ഗാഠമായി, ശ്രുതിയും ലയവും പോലെ തമ്മിലലിഞ്ഞ്. എങ്കിലും അവളുടെ കുസൃതികൾ ഇടയ്ക്കവനെ ചൊടിപ്പിച്ചു. കണ്ണു പൊട്ടുന്ന ചീത്ത പറയുമ്പോൾ കൊഞ്ഞനം കുത്തി ഓടും പെണ്ണ്. അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന മാഷിനും ടീച്ചറിനും ഒപ്പം നന്ദന്റെ ചൊടിയിലും ചിരി വിടരും. ഒരിക്കൽ അച്ഛനെ സഹായിക്കുമ്പോഴാ അവൾ തലചുറ്റി വീണത്. എടുത്ത് ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ 3 മനസ്സുകൾ ഉരുകി പ്രാർത്ഥനയിലായിരുന്നു, അവരുടെ ജീവശ്വാസത്തിനായി. അപ്പോഴാണ് അറിഞ്ഞത് അവരുടെ പ്രണയം അവളിൽ മുട്ടിട്ടത്. വീട്ടിൽ നീറിയിരിക്കുന്നതിനോട് ടീച്ചർ ആനന്ദ കണ്ണീരോടെ കാര്യം പറഞ്ഞപ്പോൾ അവനൊന്ന് തറഞ്ഞു നിന്ന് ആ വീൽ ചെയർ തിരിച്ചിരുന്നു. ചെല്ലുമോളെ എന്ന് പറഞ്ഞ് ടീച്ചർ അവളെ പുറകെ വിട്ടപ്പോൾ അവളും അവനൊപ്പം മെല്ലെ ചെന്നിരുന്നു. മുറിയിൽ തിരിഞ്ഞിരിക്കുന്നവന്റെ മുന്നിൽ ചെന്നിരുന്നപ്പോഴാണ് നന്ദൻ കരയുകയാണ് എന്ന് മനസ്സിലായത്. നന്ദേട്ടാ എന്ന് വിളിച്ച മടിയിലേക്ക് തല ചേർത്ത് കിടക്കുമ്പോൾ അവളെ വലിച്ച് തന്നോട് ചേർത്തിരുന്നു നന്ദൻ. ആ മുഖത്ത് ഒരു ഭ്രാന്തനെ പോലെ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. നിള, ഈ നെഞ്ചിലെ തുടിപ്പ്, അതാടി നീയിപ്പോ. നിന്നിൽ നിന്നൊരു മോചനം വേണ്ട നന്ദന്. നന്ദേട്ടാ എന്ന് വിളിച്ച് അവനിലേക്ക് അവളും ചേർന്നു. നാൾതോറും ഏറി വരുന്ന അവളുടെ ഉദരത്തിൽ ചെവി ചേർക്കാറുണ്ടവൻ. കുഞ്ഞിന്റെ ഇളകുന്ന താളത്തിനൊപ്പം പുഞ്ചിരി വിടരാറുണ്ടാ ചുണ്ടിൽ. അത്രമേൽ മോഹത്തോടെ അവർ നാളുകൾ തള്ളി നീക്കി. തങ്ങളുടെ പ്രണയ സാക്ഷാത്കാരത്തിന്റെ മലർ വിടരാനായി. ഇടയ്ക്ക് നിളയുടെ അമ്മയും അച്ഛനും വരുമായിരുന്നു. മരുമകളാണെന്ന് മറന്ന് ഒരു മകളേക്കാൾ സ്നേഹിച്ചൊപ്പം നിർത്തുന്ന അവളെ ഒന്നനങ്ങാൻ കൂടി വിടാതെ ഒപ്പം നിർത്തുന്ന ടീച്ചറെ കണ്ട് തൃപ്തി അടഞ്ഞിരുന്നു. നിന്റെ തീരുമാനമായിരുന്നു ശരി എന്ന് പലപ്പോഴും അവരവളോട് പറയാതെ പറഞ്ഞിരുന്നു. ഗർഭിണിയായവൾക്ക് പലഹാരങ്ങളും സമ്മാനങ്ങളുമായി വന്നതിൽ ഒരാൾ പറഞ്ഞു, കുട്ടിക്ക് വൈകല്യമുണ്ടാവും, അവരുടെ അവിടെ അങ്ങനെ ഉണ്ടായി എന്ന്. അത് മതിയായിരുന്നു നന്ദനെ തളർത്താൻ. 9 മാസം തൻ്റെ കുഞ്ഞിനെ പറ്റിയില്ലാത്ത വേവലാതി എത്ര പെട്ടെന്നാണ് ഉടലെടുത്തത്. എന്നെപ്പോലാവൂ നമ്മുടെ കുഞ്ഞ്. എവിടെയോ മിഴി നട്ടവൻ പുലമ്പി. ഇത്രയുള്ളൂ നന്ദേട്ടൻ, ആരോ എന്തോ പറഞ്ഞെന്ന് വെച്ച്. നിനക്കറിയില്ല നിള, സ്വന്തമായി ചലിക്കാനാവാത്തവൻ്റെ ദുരിതപർവം. ഇനി ആർക്കും അരുതേന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. ഭയത്തോടെ പറയുന്നവനോട് അപ്പോഴും അവർക്കായി ഒരു നന്ദനോ നിളയോ കാണും, എല്ലാം തരണം ചെയ്യാൻ എന്ന് ചിരിയോടെ പറഞ്ഞിരുന്നു അവൾ. ഒടുവിലൊരു രാത്രിയിൽ വേദനയുടെ മിന്നൽ പിണറുകൾ താങ്ങാനാവാതെ അവൾ കരഞ്ഞപ്പോൾ നിസ്സഹായനായി നന്ദൻ. ലേബർ റൂമിന് മുന്നിലിരിക്കുമ്പോൾ സകല ദൈവങ്ങളെയും മനമുരുകി വിളിച്ചിരുന്നു. കുറച്ച് ആത്മാക്കൾ. കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, സിസേറിയൻ ചെയ്യാം, സൈൻ വേണം എന്ന് പറഞ്ഞ് നേഴ്സ് വന്നപ്പോൾ തളർന്നിരുന്നവന് ഒപ്പുപോലും ഇടാനാവുന്നില്ലായിരുന്നു. നിളയുടെ അച്ഛൻ അത് ചെയ്ത് തിരികെ നന്ദനെ ചേർത്ത് പിടിച്ചിരുന്നു. അവൾക്കൊന്നും വരില്ല നന്ദ എന്ന് പറഞ്ഞപ്പോഴേക്ക് നന്ദനും പൊട്ടിപ്പോയിരുന്നു. ഒടുവിൽ ഒരു വെള്ളപ്പൊതിയിൽ അവരുടെ മാലാഖ കുഞ്ഞിനെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അതൊരു പൊട്ടിക്കരച്ചിലായി പരിണമിച്ചിരുന്നു. എൻ്റെ നിള എന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നോക്കി നഴ്സിനോട് ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, 8 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റിത്തരാം എന്ന് ചിരിയോടെ പറഞ്ഞിരുന്നു. അങ്ങനെ നന്ദനും നിളയും അവരുടെ മാലാഖ കുഞ്ഞ് ശ്രീകുട്ടി എന്ന് വിളിക്കുന്ന ശ്രീനന്ദയും സ്വർഗം പോലെയുള്ള ആ വീട്ടിൽ ഇന്നും ഉണ്ട്. സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ. കഥ ഇവിടെ അവസാനിച്ചു. കൂടെ കൂടിയവർക്കൊക്കെ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പോരട്ടെ. അടുത്ത കഥ ഉടനെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അടുത്ത കഥയുമായി ഉടനെ വരാം. ബൈ.